നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിത് സി കണ്ണൻ. നോക്കാം ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, റിപ്പോർട്ടുകൾ. തമിഴ്നാട് കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ മരണം 52ആയി. 30-ലധികം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കേസിൽ മുഖ്യപ്രതി ചിന്നദുരൈയടക്കം 2 പേർ കൂടി പിടിയിലായി. ഇന്നലെ അറസ്റ്റിലായ 3 പ്രതികളെ കോടതി ജൂലൈ 5 വരെ റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിലാണ് മരിച്ചവരുടെ എണ്ണം 50 പിന്നിട്ടതായി അറിയിച്ചത്. കള്ളക്കുറിച്ചിയിലടക്കം 30-ലധികം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഇതിനിടെ കേസിൽ മുഖ്യപ്രതി ചിന്നദുരൈയടക്കം 2 പേർ കൂടി ഇന്ന് പിടിയിലായി. ഏകദേശം 100-നടുത്ത വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണ്. കള്ളക്കുറിച്ചിയിൽ ചാരായത്തിൽ കലക്കാൻ മെഥനോൾ എത്തിച്ചു നൽകിയതും ചിന്നദുരൈയാണെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ ഇന്ന് പിടിയിലായ മറ്റൊരു പ്രതി മാതേഷാണ് പോണ്ടിച്ചേരിയിൽ നിന്നെത്തിച്ച മെഥനോൾ ചിന്നദുരൈയെ ഏൽപ്പിച്ചത്. നേരത്തെ ഇക്കിയാർകുപ്പം വിഷമദ്യ കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മാതേഷ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. അതേസമയം ഇന്നലെ അറസ്റ്റിലായ ഗോവിന്ദരാജ്, ദാമോദരൻ, വിജയ എന്നിവരെ കോടതി ജൂലൈ 5 വരെ റിമാൻഡ് ചെയ്തു. ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഇന്ന് കള്ളക്കുറിച്ചിയിലെത്തി. റിട്ടയർഡ് ജസ്റ്റിസ് ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ കള്ളക്കുറിച്ചിയിൽ പ്രത്യേക യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. 2 കൊടും ക്രിമിനലുകളിൽ വിഷയമൊതുക്കാനാണ് സർക്കാരിന്റെ ശ്രമം. എന്നാൽ രാഷ്ട്രീയ പോലീസ് പിൻബലമില്ലാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്. തൊലിപ്പുറത്തെ ചികിത്സയല്ല കള്ളക്കുറിച്ചിയിൽ വേണ്ടത്. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളക്കുറിച്ചി. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭയിൽ ബഹളം. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. കേസ് CBIക്ക് കൈമാറണം എന്ന അണ്ണാ DMKയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ദുരന്തം ഒരു സാധാരണ ദുരന്തമായി കാണാൻ കഴിയില്ല. വ്യാജമദ്യം തടയാൻ കഴിഞ്ഞ 1 വർഷം എന്ത് നടപടിയെടുത്തുവെന്നും സാധാരണ ജനങ്ങളുടെ ജീവന് ആര് ഉത്തരം പറയുമെന്നും ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണം സംബന്ധിച്ചും വ്യാജമദ്യ വിൽപ്പന തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കേസ് 26-ന് വീണ്ടും പരിഗണിക്കും. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ കൂടുതൽ ധനസഹായം നൽകും. SP വെങ്കടേശ്വരൻ, മാൺമിகு പൊതുപ്പണിത്തുறை அமைச்சர். ചോദ്യോത്തരവേള നിർത്തിവെച്ച് കള്ളക്കുറിച്ചി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അണ്ണാ DMK രംഗത്തെത്തിയത്. എന്നാൽ സ്പീക്കർ പ്രതിഷേധക്കാരെ പുറത്താക്കി. കള്ളക്കുറിച്ചി ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ അപേക്ഷ പരിഗണിച്ച സ്പീക്കർ അപ്പാവു അണ്ണാ DMK അംഗങ്ങളെ തിരിച്ചു വിളിച്ചെങ്കിലും അവർ സഭയിലെത്തിയില്ല. BJP, പട്ടാളി മക്കൾ കക്ഷി അംഗങ്ങളും സഭ ബഹിഷ്കരിച്ചു. കേസ് CBIക്ക് കൈമാറണമെന്ന അണ്ണാ DMKയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. വ്യാജമദ്യ ദുരന്തം സാധാരണമായി കാണാനാകില്ല. വ്യാജമദ്യം തടയാൻ കഴിഞ്ഞ 1 വർഷം എന്ത് നടപടിയെടുത്തുവെന്നും സാധാരണ ജനങ്ങളുടെ ജീവന് ആരുത്തരം പറയുമെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ചു. അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം രൂപയും 18 വയസ്സുവരെ പ്രതിമാസം 5000 രൂപയും നൽകും. ഒരു രക്ഷിതാവ് മരിച്ച കുട്ടികൾക്ക് 3 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തം DMKക്കെതിരായ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മദ്രാസ് ഹൈക്കോടതിയുടെ വിമർശനം കൂടി വന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലായി സർക്കാർ. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം കള്ളക്കുറിച്ചിയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. കള്ളക്കുറിച്ചി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം 24 വിശദമായി അന്വേഷിക്കുകയാണ്. വ്യാജമദ്യത്തിന്റെ വഴികൾ. തമിഴ്നാട്ടിൽ വ്യാജമദ്യ വിൽപ്പന ഇപ്പോഴും വ്യാപകമായി നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി ഇരുചക്ര വാഹനങ്ങളിലാണ് വിൽപ്പന. അതേസമയം കള്ളക്കുറിച്ചി ദുരന്തത്തിനുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ചിന്നദുരൈ നിരവധി വ്യാജമദ്യ കേസുകളിൽ പ്രതിയാണെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. പാക്കറ്റ് ചാരായവും അതുണ്ടാക്കുന്ന ദുരന്തവും പലകുറി കണ്ടിട്ടും തമിഴ്നാട്ടിൽ വ്യാജച്ചാരായ വിൽപ്പന ഇപ്പോഴും തകൃതി. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി സാധാരണ തൊഴിലാളികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനക്കാരെത്തും.
പരസ്യമായി നടത്തുന്ന വിൽപ്പനയുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും അധികൃതർ അറിഞ്ഞ മട്ടില്ല. അതേസമയം കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികളായ ചിന്നദുരയും മാതേഷും ചെറിയ മീനുകളല്ലെന്നാണ് വിവരം. ഏകദേശം 100-നടുത്ത വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണെന്ന സൂചനയുണ്ട്. കള്ളക്കുറിച്ചിയിൽ ചാരായത്തിൽ കലക്കാൻ മെഥനോൾ എത്തിച്ചു നൽകിയതും ഇതേ ചിന്നദുരൈയാണ്. കേസിൽ ഇന്ന് പിടിയിലായ മാതേഷാകട്ടെ നേരത്തെ യക്കിയാർകുപ്പം വിഷമദ്യ കേസിൽ അറസ്റ്റിലായിരുന്നു. ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയതും. രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമാണ് കള്ളക്കുറിച്ചിയിലേത്. മരണസംഖ്യ ഇപ്പോഴും ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ മദ്യമാഫിയക്കെതിരെ കർശന നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം കള്ളക്കുറിച്ചിയിൽ നിന്നും എസ് ശ്രീകാന്ത്, 24. കള്ളക്കുറിച്ചിയിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും ഇതുപോലെ വ്യാജമദ്യ വിൽപ്പന തകൃതിയായി നടക്കുന്നു എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അന്വേഷണം 24 തുടരുകയുമാണ്. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചതായി വിവരം. പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപാണ് ചോദ്യപേപ്പർ ചോർന്നുപോയത്. ഡാർക്ക് വെബ് എൻക്രിപ്റ്റ് ചെയ്ത സമൂഹ മാധ്യമങ്ങൾ വഴിയും ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയത്. വിഷയത്തിൽ അന്വേഷണം CBIക്ക് ഉടൻ കൈമാറുകയും ചെയ്തു. ഇന്നലെ FIR രജിസ്റ്റർ ചെയ്ത CBIയുടെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. നെറ്റ് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നു. ചോദ്യപേപ്പർ ആവശ്യക്കാർക്ക് 6 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. ഡാർക്ക് വെബിലൂടെയും എൻക്രിപ്റ്റ് ചെയ്ത സമൂഹ മാധ്യമങ്ങൾ വഴിയുമാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള ഉറവിടം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പിന്നിൽ പ്രവർത്തിച്ച വൻ റാക്കറ്റിനെതിരെയുള്ള CBI അന്വേഷണം പല സംസ്ഥാനങ്ങളും ചില കോച്ചിംഗ് സെന്ററുകളും കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ്. ചോദ്യപേപ്പറിനായി വൻതുക കൈമാറിയത് ഏതു മാർഗം വഴിയാണെന്നതും CBI പരിശോധിച്ചു വരുന്നു. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പരാതിയിൽ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലും ചില മാഫിയകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. രക്ഷിതാക്കൾ വൻതുക ഇവർക്ക് നൽകിയതായും വിദ്യാർത്ഥികൾ മൊഴി നൽകിയ പശ്ചാത്തലമുണ്ട്. 24 ഡൽഹി. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി സഞ്ജീവ് മുഖിയയ്ക്കു വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. നേരത്തെയും പല പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർന്നതിൽ ഇയാൾ പ്രതിയാണ്. പരീക്ഷാ ക്രമക്കേടിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധം പല സ്ഥലങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചു. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്ന 6 സെന്ററുകളിൽ NTA മാറ്റം വരുത്തിയിട്ടുണ്ട്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ പ്രസാദിന്റെ മൊഴിയനുസരിച്ച് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സഞ്ജീവ് മുഖിയ ആണെന്ന് വ്യക്തമായി. 2010 മുതലുള്ള പല ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലും പ്രതിയാണ് സഞ്ജീവ് മുഖിയ. അടുത്തിടെ നടന്ന ബീഹാർ PSC പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും സഞ്ജീവിനും സംഘത്തിനും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ മുഖ്യപ്രതിയായ സഞ്ജീവ് മുഖിയയ്ക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും രാജ്യത്തെ തെരുവുകളിൽ പ്രതിഷേധം സജീവമായിരുന്നു. കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി. ഇതിനിടയിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 1563 വിദ്യാർത്ഥികൾക്ക് നടത്താനിരിക്കുന്ന പുനഃപരീക്ഷയുടെ 6 സെന്ററുകൾ NTA മാറ്റി. പുതിയ സെന്ററുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കിയായിരിക്കും പരീക്ഷ നടത്തുക. 24 ഡൽഹി. എന്നാലും പരീക്ഷാ ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച, ഇതെല്ലാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലേക്കുള്ള ചോദ്യങ്ങളായി മാറുകയാണ്. ഏറ്റവും പുതിയ ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരുന്നു. വിവാദങ്ങൾക്കിടെ CSIR UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. ഒഴിവാക്കാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ട് പരീക്ഷ മാറ്റിവെക്കുന്നു എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, പരീക്ഷാ ക്രമക്കേട് ഒന്നിനു പിറകെ ഒന്നായി NTA-ക്കെതിരെയാണ് ചോദ്യം എന്നുള്ളത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഈ CSIR നെറ്റ് പരീക്ഷ കൂടി മാറ്റിവെക്കുന്നു. എന്താണ് കാരണമെന്ന് NTA പറയുന്നില്ല. എപ്പോൾ നിശ്ചയിച്ച പരീക്ഷയാണ് മാറ്റിവെക്കുന്നത്? ഇനി എപ്പോഴായിരിക്കും മറ്റൊരു അറിയിപ്പ് ഉണ്ടാവുക?
പ്രജിൻ UGC നെറ്റ് പരീക്ഷ അതിൽ ക്രമക്കേട് കണ്ടതിനെ തുടർന്നാണ് UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ CSIR നെറ്റ് പരീക്ഷ അത് തീയതി നടക്കാനിരുന്ന തീയതിയിൽ നിന്നും പരീക്ഷ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഈ മാസം 25-നും 27-നും ഇടയിലാണ് ഈ പരീക്ഷ നടക്കാനായിരുന്നത്. പക്ഷെ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, അതായത് ഒഴിവാക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ കാരണം പരീക്ഷ മാറ്റിവെക്കുന്നതായാണ് NTA ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. മറ്റ് ഈ പറഞ്ഞ ക്രമക്കേട് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിശദീകരിച്ചിട്ടില്ല. മറിച്ച് ചില ഒഴിവാക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ പരീക്ഷ മാറ്റുന്നുവെന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. പുതുക്കിയ തീയതി അത് ഉടൻ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് കൂടി NTA അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ക്രമക്കേടുകൾ ഉയർന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ വിഷയം കൂടി ആകുമ്പോൾ അത് ആശങ്കയിലേക്ക് കൂടുതൽ ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതായത് NTAയുടെ വിശ്വാസ്യത തന്നെ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഈ നെറ്റ് പരീക്ഷയിൽ ഒരു തീയതി മാറ്റം ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ, അച്യുതൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ, വിദ്യാർത്ഥികളെ, പരീക്ഷാർത്ഥികളെ നേരിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത തീരുമാനമാണോ ഇത്? ഈ ഒരിക്കൽ കൂടി ആ ഡേറ്റ് ഒന്ന് പറയാമോ? പ്രജിൻ, 25 മുതൽ 27 ഈ തീയതികളിലാണ് ഈ പരീക്ഷ നടക്കാനിരുന്നത്. ആ പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതായത് CSIRന്റെ നെറ്റ് പരീക്ഷ അതിന്റെ തീയതിയിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. NTA നൽകിയിരിക്കുന്ന അറിയിപ്പിൽ ഈ അടുത്ത പുതുക്കിയ തീയതി അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ആ തീയതി ഉടൻ അറിയിക്കുമെന്ന വിശദീകരണം കൂടി NTA ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ നടത്താനിരുന്ന പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രജിൻ, വ്യക്തമാണ്. വീണ്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മറ്റൊരു തീരുമാനം വരുന്നു. നിരവധി പരീക്ഷാ ക്രമക്കേടുകൾ, അതെല്ലാം NTA-ക്കെതിരെയുള്ള ചോദ്യങ്ങളായി വരുന്ന സമയത്താണ് ഇപ്പോൾ CSIR UGC നെറ്റ് പരീക്ഷ കൂടി മാറ്റിവെച്ചു. ഈ മാസം 25-നും 27-നും ഇടയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന 25, 26, 27 തീയതിയിൽ നടത്താൻ നിശ്ചയിച്ച പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ് അതിന് കാരണമെന്ന് NTA വിശദമാക്കുന്നില്ല. പക്ഷേ പുതുക്കിയ തീയതി ഉടൻ അറിയിക്കും, അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് കോൺഗ്രസ്. ഡൽഹിയിൽ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നീറ്റ് പുനഃപരീക്ഷയുടെ 6 സെന്ററുകളിൽ മാറ്റം വരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രംഗത്തെത്തിയിട്ടുണ്ട്. ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും രാജ്യത്തെ തെരുവുകളിൽ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി. ഡൽഹിയിൽ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. नीट परीक्षा के ऊपर हमारा चल रहा है। भारतीय जनता पार्टी लगातार परीक्षाओं में घोटाला कर रही है। हमारा ये कहना है ये परीक्षाएं जो अभी हुई ഡൽഹിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത്. ഇതിനിടയിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 1563 വിദ്യാർത്ഥികൾക്ക് നടക്കാനിരുന്ന പുനഃപരീക്ഷയിൽ NTA മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതിനു മുൻപ് പരീക്ഷ നടന്ന 6 സെന്ററുകൾ NTA മാറ്റി. പുതിയ സെന്ററുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കിയായിരിക്കും പരീക്ഷ നടത്തുക. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ ഹർജിയിൽ കൌൺസിലിംഗ് നടപടികൾ തടയണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി വിസമ്മതമറിയിച്ചു. ഹർജി മറ്റ് ഹർജികൾക്കൊപ്പം ജൂലൈ 8-ന് പരിഗണിക്കും. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. യുവതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചെയ്തതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. സമീർ, ഇത് ഇന്ന് വൈകിട്ട് പുറത്തുവന്നൊരു വാർത്തയാണ്. ഇങ്ങനെ വീട്ടിൽ കയറി കൂട്ടബലാത്സംഗം ചെയ്തു എന്നൊരു പരാതി. അതിൽ തന്നെയാണോ ഇപ്പം ഈ 2 പേർ കസ്റ്റഡിയിൽ എന്ന വാർത്ത വരുന്നത്? എന്താണ് പോലീസ് നൽകുന്ന വിവരം ഇത് സംബന്ധിച്ച്? പ്രജിൻ, കഴിഞ്ഞ 16-ാം തീയതി വളാഞ്ചേരിയിലെ ഒരു യുവതിയെ ഏതാണ്ട് 3 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി. ഈ പരാതിയിൽ നിലവിൽ 3ാമത്തെയാളായി നിലവിൽ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുകയാണ്. വളാഞ്ചേരി പോലീസ് പാലക്കാട് എത്തിയാണ് 3ാമനെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ വളാഞ്ചേരിക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വൈകുന്നേരത്തോടു കൂടി തന്നെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പോലീസ് വിശദമായി നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ യുവതി
യുവതിയുടെ ബന്ധുവീടായ വളാഞ്ചേരിയിലേക്ക് വന്നതായിരുന്നു. തുടർന്ന് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വീട്ടിലേക്ക് 3 അംഗ സംഘം അതിക്രമിച്ച് കയറുകയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഇന്നാണ് യുവതി പോലീസിൽ പരാതിയുമായി സമീപിച്ചത്. കഴിഞ്ഞ ദിവസം യുവതിയുടെ സുഹൃത്തിന് ഇക്കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്ത് യുവതി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ നിന്നാണ് പോലീസിന് സംഭവവുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി തന്നെ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വ്യക്തതയുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, എന്നാൽ ഈ സംഭവത്തിൽ 3ാമത്തെ ആളും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. പാലക്കാട് നിന്നുമാണ് ഇയാൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. അല്പസമയം മുൻപ് വന്നൊരു വാർത്തയിലേക്കാണ് ഇനി. ഗൂഡല്ലൂരിൽ നിന്ന് കോഴിക്കോട്ടെ സ്കൂളിലേക്ക് പുറപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായെന്ന് പരാതി. ഈങ്ങാപ്പുഴ കാലിഫ് CBSE സ്കൂളിലെ അഖിൽ അസ്ലാനെയാണ് കാണാതായത്. രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതായത്? സമയം എന്താണ്? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ട്? ഈ അന്വേഷണം ഇപ്പോൾ എങ്ങനെ, ഏത് വഴിക്ക് നടക്കുന്നു? പ്രജി, ഗൂഡല്ലൂർ സ്വദേശിയായ 15 വയസ്സുകാരനെ ഇന്നലെ മുതലാണ് കോഴിക്കോട് നിന്നും കാണാതാവുന്നത്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഗൂഡല്ലൂരാണ് താമസിക്കുന്നത്. പക്ഷേ കുട്ടി പഠിക്കുന്നത് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഖാലിഫ് CBSE സ്കൂളിലാണ്. ഇന്നലെ പെരുന്നാൾ ആഘോഷത്തിന് ശേഷം ഇന്നലെയാണ് സ്കൂളിലേക്ക് കുട്ടി പുറപ്പെടുന്നത്. പക്ഷേ സ്കൂളിൽ എത്തിയില്ല എന്നുള്ള വിവരം സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് മാതാപിതാക്കൾ കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ രാത്രി 10:10 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കുട്ടി നിൽക്കുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എവിടേക്ക് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കുട്ടിയുടെ മൊബൈൽ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആയ ഒരു നിലയിൽ കൂടിയാണ്. അതുകൊണ്ട് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീനിലും ഈ കുട്ടിയുടെ ഫോട്ടോയും അതോടൊപ്പം കുട്ടി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയ ദൃശ്യങ്ങളും കാണുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാവ് പോലീസിനെ അറിയിക്കണമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന വിവരം. പ്രജീൻ, ശരി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്ത പങ്കുവച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗൂഡല്ലൂരിൽ നിന്നും കോഴിക്കോട്ടെ സ്കൂളിലേക്ക് പുറപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാണാതായിരിക്കുന്നത്. ഈങ്ങാപ്പുഴ കാലിഫ് CBSE സ്കൂളിൽ പഠിക്കുന്ന അഖിൽ അസ്ലാൻ ആണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് എന്ന നിലയിലാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യം KSRTC കോഴിക്കോട് ബസ് സ്റ്റാൻഡിലുള്ള ദൃശ്യമാണ്. അവിടെ വെച്ചാണ് പിന്നീട് യാതൊരു വിവരവുമില്ലാത്ത രീതിയിലേക്ക് അസ്ലാൻ മാറിയത്. ഇതാണ് അവസാനം നമുക്ക് ലഭിച്ച് കിട്ടിയിരിക്കുന്ന വിഷ്വൽസ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് ഇറങ്ങാനായില്ല. വിചാരണ കോടതി നൽകിയ ജാമ്യം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ജാമ്യം റദ്ദാക്കണമെന്ന EDയുടെ ആവശ്യത്തിൽ 3 ദിവസത്തിനകം വിധി പറയും. ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഇന്ന് നടന്നത്. തന്റെ ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി ഭരണഘടന ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. തനിക്കെതിരെ ഒരു തെളിവുമില്ല. ആരോപിക്കപ്പെട്ട പണം കണ്ടെത്താനും EDക്ക് സാധിച്ചിട്ടില്ല. പ്രതി ചേർക്കപ്പെട്ടവർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് തെറ്റായി നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കാര്യം വിശദമായി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാലാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്നും കെജ്രിവാൾ കോടതിയിൽ വ്യക്തമാക്കി. ജാമ്യകാലാവധി നീട്ടാനായി കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദമാണ് വിചാരണ കോടതി അംഗീകരിച്ചതെന്നായിരുന്നു ED ഹൈക്കോടതിയിൽ പറഞ്ഞത്. സുപ്രീം കോടതി തള്ളിയ വാദങ്ങൾ വിചാരണ കോടതി അംഗീകരിച്ചത് വലിയ വീഴ്ചയാണ്. കെജ്രിവാളാണ് അഴിമതിയുടെയും കള്ളപ്പണ ഇടപാടിന്റെയും ആസൂത്രകൻ. ഇക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്ന തെളിവുകൾ ഇതിനകം ലഭ്യമാണെന്നും ED വാദിച്ചു. ജാമ്യത്തിലിറങ്ങുന്ന കെജ്രിവാൾ തെളിവ് നശിപ്പിക്കാനാകും ശ്രമിക്കുകയെന്നും ED ആരോപിച്ചു. ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി അപ്പീലിൽ ഉത്തരവ് 3 ദിവസത്തിനകം പുറപ്പെടുവിക്കാമെന്ന് വ്യക്തമാക്കി. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. പ്രോട്ടം സ്പീക്കർ സ്ഥാനത്ത് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിൽ വിവാദം പുകയുകയാണ്. തഴഞ്ഞത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആരോപിച്ചു. വിവാദം അനാവശ്യമാണെന്നും കോൺഗ്രസ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. 8 തവണ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞാണ് 7 തവണ ലോക്സഭയിലെത്തിയ BJP അംഗം ഭർത്തൃഹരി മഹ്താബിനെ പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുത്തത്. നടപടിയിൽ ശക്തമായ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. തന്നെ തഴഞ്ഞതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളെന്ന കൊടിക്കുന്നിൽ സുരേഷ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായാൽ ഒരു പ്രോട്ടേം സ്പീക്കറായി ഇരിക്കുന്ന ആൾ BJP-കാരനല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയായിരിക്കുമോ? അതല്ലെങ്കിൽ ഇത് ഒരു കോൺഗ്രസ് MP ഇരുത്തി കൊണ്ട്
സത്യപ്രതിജ്ഞ BJP നടത്തണ്ട എന്നുള്ള രാഷ്ട്രീയ വൈരാഗ്യവും വിരോധവും കൊണ്ടാണോ? നീക്കം ഗൂഢോദ്ദേശത്തോടെയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഏത് കാരണമാണെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ എന്തോ ഹിഡൻ അജണ്ട അതിനകത്തുണ്ട്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. വിവാദം അനാവശ്യമെന്നും UPA കാലത്തും സമാനമായ നടപടി ഉണ്ടായിട്ടുണ്ടെന്നും സംഭവത്തിലേക്ക് ജാതിയോ മറ്റു വിഷയങ്ങളോ കൊണ്ടുവരേണ്ടതില്ല എന്നും മന്ത്രി. कोडिकुलर जी जो कांग्रेस के सदस्य है उसका टोटल टर्म 8 है, लेकिन उसका 2 बार ब्रेक हुआ है, 98 में 2004 में. तो सबसे लंबा कॉन्जिक्यूटिव निरंतर जो चुन के आए हैं वो भर्तृहरि मेहताब है. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാൻ നിശ്ചയിച്ച പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ്, DMK-യുടെ TR ബാലു, BJP-യുടെ രാധാമോഹൻ സിംഗ്, ഫഗ്ഗൻ സിംഗ് കുലസ്തെ, തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ദോപാധ്യായ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്കാണ് ഇനി. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചാരണത്തിനായി എത്തുമെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് P ചിദംബരം മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മന്ത്രിയായതിനു ശേഷം ആദ്യ പരിഗണന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനെന്ന് നിയുക്ത മന്ത്രി OR കേളു 24-നോട്. അതിനിടെ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകൾ OR കേളുവിന് നൽകാത്തതിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു. ജില്ലയിലെ CPM-ൽ നിന്നുള്ള ആദ്യ മന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്ന OR കേളുവിന്റെ സ്ഥാനലബ്ധിയുടെ ആഹ്ലാദത്തിലാണ് വയനാട്. CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം തിരുനെല്ലിയിലെ വീട്ടിലെത്തിയ കേളുവിന് ഊഷ്മള സ്വീകരണമാണ് നാട്ടുകാർ നൽകിയത്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കാണ് പ്രഥമ പരിഗണനയെന്ന് കേളു 24-നോട് പറഞ്ഞു. SC/ST ക്ഷേമ ഫണ്ടുകളുടെ ഫലപ്രദമായ വിനിയോഗം, ആരോഗ്യമേഖലയിലെ പ്രശ്നപരിഹാരം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകും. വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിലവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ആ പദ്ധതിയിൽ കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പ്രധാന വകുപ്പുകൾ നൽകാത്തതിനെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ ആ മന്ത്രിക്കുണ്ടായിരുന്ന വകുപ്പുകളിൽ വലിയ വിഭാഗം വകുപ്പുകൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ല. കേളു കഴിവില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വകുപ്പുകൾ എടുത്തുമാറ്റിയത് പട്ടികവർഗക്കാരനായ OR കേളുവിനോടുള്ള അവഹേളനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകൾ ഏറ്റെടുക്കേണ്ടെന്ന നിലപാടെടുത്തത് താനാണെന്നും മുഖ്യമന്ത്രി ഈ വകുപ്പുകൾ തന്നിരുന്നെങ്കിൽ നിരാകരിക്കുമായിരുന്നുവെന്നും OR കേളുവിന്റെ മറുപടി. 24 വയനാട്. ഇപ്പോൾ നാട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. നടുവൊടിച്ച് വിലക്കയറ്റം. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. 1 കിലോ ബീൻസിനും പച്ചമുളകിനും 100 രൂപയാണ് ഇപ്പോഴത്തെ വില. തക്കാളിയുടെ വില 100 അടുക്കുകയുമാണ്. മത്തി വിലയും റെക്കോർഡിൽ തുടരുന്നു. വില വർധനയിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിയിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ തക്കാളിയുടെ വില 100 രൂപയിലെത്തി. തലസ്ഥാനത്ത് 80-ഉം കോഴിക്കോട് 70-ഉമാണ് ശരാശരി വില. അടുത്ത ദിവസങ്ങളിൽ വില 100-നോടടുക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നിത്യോപയോഗമായ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും, അതായത് മൈസൂർ എന്ന് പറഞ്ഞ ലോഡ്, അതായത് സ്വപ്പ ദൂരം എന്ന് പറഞ്ഞ എല്ലാ ലോഡിൻ്റെയും വില ഒന്നിനായിട്ട് 3 മടങ്ങായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാ വർഷവും ഉണ്ടാവും. ഒരു സീസൺ കുറയുമ്പോൾ എല്ലാ വർഷത്തിലും വരും. അത് കഴിഞ്ഞ് വില കുറയുമ്പോൾ ജനങ്ങൾക്ക് അത് മറന്നും പോകും. പല പ്രശ്നങ്ങളും വന്നു പോയതല്ല, അതിൻ്റെ അത് കുറേ സാധനങ്ങൾ ഇല്ലാതാവുകയാണ്. ഇഞ്ചിക്ക് തിരുവനന്തപുരത്ത് 240-ഉം കോഴിക്കോട് 140-ഉമാണ് വില. മുരിങ്ങയ്ക്ക 300, ബീൻസ് 100, പച്ചമുളക് 100, ക്യാരറ്റ് 60, കിഴങ്ങ് 40, പയർ 70, സവാള 40, ഉള്ളി 40, വെളുത്തുള്ളി 180 എന്നിങ്ങനെയാണ് വില വിവരം. നല്ല വിലയാണ് എല്ലാത്തിനും. അപ്പം ചുരുക്കി ചിലവാക്കാൻ വേണ്ടി ഭാര്യമാരോട് പറയും, പക്ഷെ അവരത് ശീലിക്കുന്നില്ല. 2 തക്കാളിൻ്റെ അടുത്ത് പഴയ 4 തക്കാളി ഇട്ടാൽ 2 തക്കാളി വരുമ്പോൾ 4 എടുത്ത്. അപ്പോൾ നമ്മൾക്ക് ചിലവ് കൂടുന്നുണ്ട്, വരുമാനം കുറവാണ്. ഇവിടെ 800 രൂപ 900 രൂപ കൂലി ഇട്ടുന്നവന് വീട്ടിൽ പോകുമ്പോൾ സാധനമൊക്കെ വാങ്ങി കഴിയുമ്പോൾ അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഒരിക്കലും മത്തില്ല, നമുക്ക് എന്തായാലും നടക്കൂല. സാധാരണക്കാരൻ്റെ സ്ഥിതി അതാണ്. നമ്മൾ സഹിക്കുക, ഇത്രയേ ഉള്ളൂ. ഉൽപാദനം കുറഞ്ഞതും മഴക്കെടുതി മൂലം വിളകൾ നശിച്ചതുമാണ് വില ഉയരാൻ കാരണം. മത്സ്യവിഭവങ്ങളും പിന്നിലല്ല. മത്തിക്ക് 300-ഉം അയലയ്ക്ക് 190-ഉം കോരയ്ക്ക് 160-ഉം ആവോലിക്ക് 700 രൂപ നൽകണം. വിപണിയിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ വില ഇനിയും ഉയരും.
വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി SFI രംഗത്തെത്തി. മലബാറിൽ ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. അധിക ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ആവശ്യപ്പെട്ടു. +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് MSF പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ +1 ഏകജാലക അലോട്ട്മെന്റ് നടപടികൾ ഇന്ന് പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് MSFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം. അതിനിടെ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി SFI രംഗത്തെത്തി. മലബാറിൽ സീറ്റ് പ്രതിസന്ധി ഗുരുതരമാണെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞു. അലോട്ട്മെന്റ് മൂന്നാം പൂർത്തിയാവുന്നതോടുകൂടി അത്ര സീറ്റ് ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ ആവശ്യമാണ് എന്ന് നോക്കി ഗവൺമെന്റ് അതിനനുസരിച്ച് പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. സീറ്റ് പ്രതിസന്ധിയിൽ SFIക്ക് കൃത്യമായ നിലപാടില്ലെന്നും ഓരോ നേതാക്കൾ ഓരോന്നാണ് പറയുന്നതെന്നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ SFI MSFനൊപ്പം സമരം ചെയ്യാൻ വരണമെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പറഞ്ഞു. ഞങ്ങൾ SFIയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് ആമസോൺ കാർഡുകൾ കൊത്തിയാൽ മലപ്പുറത്ത് സമരം നടത്തിയവരാണ് SFI. MSFന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. ഞങ്ങൾ RDD ഓഫീസിലേക്ക് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതാണ്. നാളെയും ഞങ്ങൾ RDD ഓഫീസിന് മുമ്പിൽ സമരമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് SFIയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മലബാറിൽ 2,46,032 അപേക്ഷകരിൽ 1,60,037 പേർക്ക് മാത്രമാണ് നിലവിൽ അഡ്മിഷൻ നേടാനായത്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കനപ്പിക്കുന്നത്. 24 മലപ്പുറം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ലോക്സഭയിലേക്ക് M മുകേഷ് മോശം സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം തിരിച്ചടിയായെന്നും വിലയിരുത്തി. മുഖ്യമന്ത്രി എത്തിയിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു. അരുൺ രാജു ചേരുന്നു ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും. അരുൺ, കീഴ്ഘടകങ്ങളിൽ കൃത്യമായി പരിശോധനയുണ്ടാകും. തോൽവി സംബന്ധിച്ച് തീരുമാനം സംസ്ഥാന സമിതിയിൽ എടുത്തതാണ് CPIM. ഇപ്പോൾ അതിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിനുള്ള യോഗത്തിന്റെ തീരുമാനങ്ങൾ, അവർ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? യഥാർത്ഥത്തിൽ തോൽവിക്ക് കാരണമായത് എന്താണ്? കൊല്ലത്ത് എന്നാണ് യോഗം ചർച്ച ചെയ്തത്, ഒപ്പം തന്നെ തീരുമാനത്തിലെത്തിയത്? പ്രജിൻ, രാവിലെ മുതൽ തുടങ്ങിയ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇഴകീറി പരിശോധിച്ചത്. ഈ തോൽവിയെക്കുറിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞത് സ്ഥാനാർത്ഥി നിലയിൽ M മുകേഷിന്റെ പ്രവർത്തനവും രീതിയും പ്രകടനവും വളരെ മോശമായിരുന്നു. ആ സ്ഥാനാർത്ഥി നിലയിൽ ഫ്ലെക്സിബിൾ ആകാൻ മുകേഷിന് കഴിഞ്ഞില്ല. ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നേതാക്കൾക്കും പാർട്ടിയുടെ കീഴ്ഘടകർക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. പക്ഷേ M മുകേഷിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞില്ല എന്ന മറുചോദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. അതേസമയം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഭക്ഷ്യവകുപ്പിനും ധനകാര്യ വകുപ്പിനും കടുത്ത വിമർശനമാണ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. അത് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ധനകാര്യമന്ത്രിയുടെ ജില്ലാ കമ്മിറ്റി കൂടിയാണ്. ആ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരം വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ബാധിച്ചു. അത് വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് പോലും ഇത് മറികടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ചോദ്യങ്ങൾക്ക്, സാധാരണക്കാരുടെ ചോദ്യങ്ങളെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്നത്. ഭക്ഷ്യവകുപ്പിന് പ്രകടനം അത് പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ല. ആ പ്രകടനവും ആ മന്ത്രിയുടെ സമീപനവും ശരിയായ രീതിയിലല്ല. സിവിൽ സപ്ലൈസിൽ പോലും സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യം പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ സർക്കാർ അതിനെ മറികടക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന വിമർശനം കൂടി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. മറ്റൊന്ന്, പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ച നടന്നു എന്ന് EP ജയരാജൻ തന്നെ സമ്മതിച്ചത് അത് പാർട്ടി പ്രവർത്തകരിൽ പോലും ആശങ്കയും ഞെട്ടലുമാണ് ഉണ്ടാക്കിയത്. ഒരു പ്രവർത്തകരെ പോലും ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്ന വിമർശനമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗമായി എത്തിയത്. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ നാളെയും മറ്റന്നാളും ചേരുന്ന ജില്ലാ കമ്മിറ്റികൾ കൂടി കൂടുതൽ പരിശോധിക്കും. കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് അവിടെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും ജയിച്ച UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രന്റെ എതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ അതെല്ലാം ഇതിനെ തിരിച്ചടിയായി എന്ന രീതിയിലുള്ള വിലയിരുത്തൽ കൂടി ആ യോഗത്തിൽ ഉണ്ടായതായി കേൾക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്?
തീർച്ചയായും പ്രജിൻ പ്രധാനമന്ത്രിയുമായുള്ള വിരുന്നടക്കമുള്ള കാര്യങ്ങൾ അത് വ്യക്തിപരമായി എൻ കെ പ്രേമചന്ദ്രനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് ഒട്ടും ശരിയായില്ലെന്ന വിമർശനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. അത് പാർട്ടി എന്ന നിലയിൽ പോകണമായിരുന്നു. പക്ഷേ അത് എൻ കെ പ്രേമചന്ദ്രനെ വ്യക്തി കേന്ദ്രീകൃതമായി അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി. മുൻ സമീപനങ്ങളും നേരത്തെ ഉണ്ടാക്കിയ തിരിച്ചടികളും മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. പക്ഷേ അത്തരം ഒരു ജാഗ്രത കുറവ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന വിമർശനം കൂടി ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എൻ കെ പ്രേമചന്ദ്രന്റെ വ്യക്തിയല്ല CPM നേരിട്ടത്, UDF-നെയാണ് നേരിട്ടത്. അത്തരത്തിലുള്ള പ്രചരണവും പ്രവർത്തനവുമായിരുന്നു CPM ശ്രമിക്കേണ്ടത്. മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനം കൊല്ലം ജില്ലയിൽ നടന്നില്ല. മുന്നണിക്കുള്ളിൽ കെട്ടുറപ്പുണ്ടായില്ലെന്ന വിമർശനം കൂടി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗമായി എത്തുകയും ചെയ്തു. പ്രജിത്ത്, ശരി. കൊല്ലം ജില്ലാ സെക്രട്ടറിയിൽ CPM യോഗം ചേർന്ന ശേഷമുള്ള തീരുമാനങ്ങളും വിലയിരുത്തലുമാണ് ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്നും പങ്കുവച്ചു. തിരികെ വാർത്താമഴയിലേക്ക്. ഇനി 24 ഫ്ലവേഴ്സ് ഫാമിലിക്ക് സന്തോഷമുള്ള ഒരു വാർത്തയിലേക്കാണ്. പൂവച്ചൽ ഖാദർ കൾച്ചറൽ ഫോറം മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S വിജയകുമാറും മികച്ച വിഷ്വൽ സ്റ്റോറിക്കുള്ള പുരസ്കാരം 24 സീനിയർ റിപ്പോർട്ടർ അലക്സ് റാമുഹമ്മദും ഏറ്റുവാങ്ങി. ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജാണ് പുരസ്കാരം കൈമാറിയത്. മികച്ച കോമഡി ഷോയ്ക്കുള്ള പുരസ്കാരം ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ എന്ന പരിപാടിക്കും പോസിറ്റീവ് മീഡിയ പേഴ്സണുള്ള അവാർഡ് ഫ്ലവേഴ്സ് ചീഫ് പ്രൊഡ്യൂസർ അമരവിള സതീഷിനും സമ്മാനിച്ചു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, നടൻ സൈജു കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിലും നാളെ 12 ജില്ലകളിലും ഞായറാഴ്ച 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ആണ് യെല്ലോ അലേർട്ട്. നാളെയും മറ്റന്നാളും 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുന്നു. നമസ്കാരം.